അയ്യോ സുഖവാസം കഴിഞ്ഞ് പോവാം. അയ്യോ ഇനി ആരും വെറുതെ കാശിരാന്ന് പറഞ്ഞാലും ഞാൻ ജന്മത്ത് പേടിക്കൂലളിയാ. ഒടുക്കത്തെ പെടലായി പോയി. ഇന്നലെ തന്നെ ആണെന്ന് മുങ്ങിയാ മതിയായിരുന്നു. നമുക്ക് ആ പൈസ വാങ്ങണ്ടായിരുന്നടാ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. ആ കാശിതെങ്ങോട്ട് പോയി? എനിക്കതാണ് മനസ്സിലാവാത്തത്. നമ്മൾ വന്നപ്പോൾ വണ്ടിക്കകത്തുണ്ടായിരുന്നാണല്ലോ, പിന്നെ അതവിടെ പോയി. എനിക്കൊരു സംശയം. നീ ആ ബീവറേജിന്റെ ഫ്രണ്ട് വെച്ചൊരു അമ്മച്ചിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതെ. എടി ഞാൻ അവരുടെ പരിപാടിയെല്ലാം ആയിരിക്കൂ. നമുക്ക് രാഘവമല്ലോടൊന്ന് പറഞ്ഞാലേ? ആരോട് പറയാനാടാ? അല്ലെ തന്നെ ആരോടും പറഞ്ഞാൽ വിശ്വസിക്കൂ? എനിക്കൊരു ചിക്കൻ ബിരിയാണി കിട്ടിയൊക്കെ ഉള്ളായിരുന്നു. എനിക്ക് ഞങ്ങൾ എന്തിനായിട്ട് അങ്ങനെ കെട്ടിയിട്ടേക്കണേ? ചേട്ടാ ചേട്ടാ എനിക്ക് എന്റെ അമ്മേനെ കാണാൻ. മിണ്ടാതെ ഇവിടെ എങ്ങാനും കിടന്നോണം. ഇവിടെ കിടന്നാൽ അറിയാലണ്ടല്ല, വെട്ടി നുറുക്കി കടലിലേക്ക് ഇട്ട് കൊടുക്കും. എന്താണ്ടാ വ്യാലി കിടന്ന് പിടക്കണ പോലെ പിടക്കണത്? മതിയടാ, നിർത്തിക്കോ. അല്ലെങ്കിൽ അവന് കൊടുത്ത പോലെ നല്ലൊരു ഇഞ്ചക്ഷൻ തന്ന് മൂലക്കിടും. മനസ്സിലാടാ പരിശേ എരപ്പാളികള്. അയ്യോ എന്തുവാണത്? എന്തുവാണത്? അവരെ കെട്ടിയിട്ടിരിക്കുകയാണോ? ഇത്രക്കൊന്നും ഉപദ്രവിക്കണ്ടായിരുന്നു. ഒന്നും അറിയാത്ത പഞ്ചപാവങ്ങള്. അയ്യോ ഞാൻ രാഘവൻ, ചാളരാഘവൻ എന്ന് നാട്ടുകാരുണ്ട്. എന്നെ തൊട്ട നാറോന്നൊക്കെയാ പൊതുവുള്ള സംസാരം. ഞാനൊരു വില്ലനൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ. പക്ഷേ എന്റെ കാര്യങ്ങൾക്കൊരു രീതിയൊക്കെ ഉണ്ട്. അതായി ഇങ്ങനെയൊക്കെ. എന്നാലും നമ്മുടെ പിള്ളേര് കയറി അങ്ങോട്ട് മേഞ്ഞു കളഞ്ഞല്ലോ. മക്കളെ ഞാൻ ചുമ്മാ പേടിപ്പിക്കാനല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങളത് ക്ഷമിച്ചു കളാ. എന്നോട് ഭയങ്കര സ്നേഹമുള്ളവരാ, അതുകൊണ്ട് എങ്ങനെയൊക്കെ. സാറേ ഞങ്ങളൊന്ന് അടിച്ചുവിടാൻ പറ സാറേ. ഞങ്ങളല്ല സാറേ കാശ് അടിച്ചു മാറ്റിയത്. അതൊക്കെ എനിക്കറിയാന്നേ. 50 ലക്ഷം പോയതും നിങ്ങളെ ഇവിടെ വരുത്തിയതും നിങ്ങൾ കഥ എഴുതണ പോലെ ഞാനൊരു കുട്ടിക്കഥ എഴുതിയതാ. ആദ്യം തന്ന അഡ്വാൻസ് 2 ലക്ഷം അടക്കം. പിന്നെ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്നേ ഉള്ളൂ. നമ്മൾ തമ്മിൽ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാ. സാറ് ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. സാറ് പറഞ്ഞ എന്ത് ഞങ്ങൾ കേക്കാം. ഞങ്ങളൊന്ന് വെറുതെ വിട്ടാ മതി. അയ്യോ ആ ചെവിട്ടി നിമിറ്റൊക്കെ ചോര ഒലിക്കണ കണ്ട. ഇത് കാണുമ്പോ നമ്മ പുറംകടലിൽ ചെല്ലുമ്പോ മത്തിനെ പിടിച്ച് കയറ്റിയിട്ട് ചെകള പൊളിച്ച് നോക്കുമ്പോ ഇതുപോലത്തെ നല്ല ചോപ്പ കളറായിരിക്കും. അങ്ങനത്തെ മത്തിനെ കാണുമ്പോ ചട്ടിയിൽ ഓയിലില്ലാതെ പൊരിക്കാൻ തോന്നും. ഇതിപ്പോ കുട്ടികളായി പോയില്ലേ എല്ലാരും സുബേറെ? അയ്യോ ഇവനിതൊന്നും എഴുന്നേറ്റില്ലേ? എടവനെ ചേട്ടാ എന്തോ ചേട്ടൻ പറഞ്ഞ എന്ത് ഞങ്ങൾ അനുസരിക്കേട്ടാ. അതെനിക്കറിയാം. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങളൊക്കെ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ നീയൊക്കെ പുറം ലോകം കാണില്ലെന്നും നിനക്കറിയാം. ആ തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടിയാണ് ഇതുപോലൊരു സെറ്റപ്പ്. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് ആ കഥ സിനിമക്ക് പറ്റിയതാണെന്ന് കൂടി പറ ഡയറക്ടറെ. 40-40 വർഷം എൻ്റെ നിഴല് പോലെ നിന്നിരുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു എനിക്ക്. ദിനേശൻ എന്നാണ് അവൻ്റെ പേര്. കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒന്ന് കൊണ്ടുവരുമായിരുന്നു അവൻ. എനിക്ക് നേരെ വന്നൊരു വീട്ട് സ്വന്തം നെഞ്ചിലേറ്റു വാങ്ങി ബുദ്ധിമോശം കാണിച്ചു അവൻ. ഇപ്പോഴും കിടപ്പിലാണ് പാവം. അവൻ്റെ മകൻ എനിക്കെൻ്റെ സ്വന്തം മകനെ പോലെയാണ്. അവനാണെങ്കിൽ സിനിമ ചെയ്യാൻ ഭയങ്കര പൂതി.
പല സ്ഥലത്തും നടന്നു, ഒത്തിരി എന്തൊക്കെയോ പഠിച്ചു. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പടം തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചു. പടമൊക്കെ തീർന്നു, ഭംഗിയായി. അവൻ്റെ സിനിമയെക്കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം. അവന് ഭയങ്കര പേരായി. പക്ഷേ അതേതോ TV ചാനലിൽ വന്ന ശേഷമായിരുന്നു. അത് കാണാനുള്ള ഭാഗ്യം അവനുണ്ടായില്ല. തിയേറ്ററിൽ പടം ഓടിയില്ല. ആദ്യം എല്ലാവരും അവന് പരിഹാസത്തോടെ നോക്കി. ചെറുപ്രായമല്ലേ, നാട്ടുകാരുടെ പരിഹാസം താങ്ങാനാവാതെ ബുദ്ധിമോശം കാണിച്ചു. പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, നീയൊക്കെ കൂടിയാണ് അവന്റെ സിനിമയെ തിയേറ്ററിലിട്ട് ചവിട്ടി അരച്ചതെന്ന്. എന്ത് തെറ്റാണ് അവനെപ്പോലുള്ളവർ നിന്നോട് ചെയ്തത്? രാപ്പകലില്ലാതെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പോരാടിയതോ, അതോ ഒരുപാട് പേർ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്തതോ? ഒരു സിനിമ വിജയിക്കുമ്പോൾ പലരുടെയും സ്വപ്നമാണ് വിജയിക്കുന്നത്, പലരുടെയും പോരാട്ടമാണ് ബലം കാണുന്നത്, പലരുടെയും അന്നമാണ്. ഇതിനൊന്നൊരു വിലയും കാണാതെ, പടം കാണാതെ തന്നെ അഭിപ്രായങ്ങൾ എഴുതി തിയേറ്ററിൽ കൂവാൻ ആളെ വിട്ട് കൂവിച്ച് പല കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും പ്രാർത്ഥനകളെ കാറ്റിൽ പറത്തി. നീയൊക്കെ കാണിച്ചു കൂട്ടുന്ന ഈ തെമ്മാടിത്തരം ചോദ്യം ചെയ്യാൻ ആരും വരില്ലെന്ന ധാർഷ്ട്യം, നിന്റെയൊക്കെ അഹങ്കാരം, ഇനി ഒരുത്തനും ഇത് ആവർത്തിക്കരുത്. നീയൊക്കെ ബാദുഷയെ കണ്ടത് മുതൽ ഇവിടം വരെയുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്കിട്ട സ്കെച്ചായിരുന്നു. നിന്റെയൊക്കെ കൈയും കാലും തല്ലിയൊടിച്ചിട്ട് പ്രതികാരം തീർക്കാൻ ഞാൻ ആദ്യം തന്ന 2 ലക്ഷം രൂപ തന്നെ ധാരാളമായിരുന്നു. നീയൊക്കെ മനസ്സിലാക്കണം, നിങ്ങൾ തകർത്തു കളഞ്ഞ ഒരു കലാകാരന്റെ അധ്വാനത്തിന്റെ വില, അവന്റെ കുടുംബത്തിന്റെ വേദനയുടെ വില. ഞങ്ങൾ കടലിലിറങ്ങി വലവെക്കുമ്പോൾ ഒരു ബോട്ടുകാരൻ വലവെച്ചതിന്റെ മുകളിൽ മറ്റൊരുവൻ വലവെക്കാറില്ല. അതാണ് ഒരു തൊഴിലിന്റെ നീതി. മീനിന്റെ ഇടയിൽ കിടന്നാണ് ഞങ്ങൾ വളർന്നത്. അതുകൊണ്ട് വെള്ളപ്പൊക്കം വരുമ്പോഴല്ലാതെ നാട്ടുകാർക്ക് ഞങ്ങൾ വെറും മീൻകാരാ, ദേഹത്ത് നാറ്റമുള്ളവര്. പക്ഷേ ഞങ്ങൾക്കുള്ള മനസാക്ഷി പോലും പഠിപ്പും വിവരമുള്ള നിങ്ങൾക്കില്ലെന്ന് ഓർക്കുമ്പോ പെരുത്ത് വരണുണ്ടങ്ങ് കണങ്കാല് മുതൽ. വിവേകമില്ലാത്ത നിന്നെപ്പോലത്തെ പാഴ്മരങ്ങളൊന്നും ഇനി മുതൽ സിനിമക്കകത്തും പുറത്തും വേണ്ട. അതാണ് നിന്നെയൊക്കെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. ഇത് പാഠമായിരിക്കണം, നിന്നെപ്പോലെ ഓരോരുത്തർക്കുമുള്ള പാഠം. നിങ്ങളുടെ പേര് പോലും ഇനി ഇവിടെ കേൾക്കാൻ ഇടവരരുത്. വന്നാൽ അയച്ചു വിട്ടേരാ ഇവന്മാരൊക്കെ. നിന്നെയൊന്നും വെട്ടി നിർത്താൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, നീയൊക്കെ ജീവിക്കണം, നഷ്ടബോധം അറിഞ്ഞ് ജീവിക്കണം ജീവിതകാലം മുഴുവനും.